സൺഡേ ലൈറ്റിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ വചന സമാഹാരം, ഈ വിശുദ്ധ ഗ്രന്ഥം അല്ലെങ്കിൽ ഈ സത്യവേദ പുസ്തകം, ഇതിലെ ആദ്യത്തെ പുസ്തകമാണ് ഉൽപ്പത്തി അല്ലെങ്കിൽ ആദ്യ പുസ്തകം. ഉൽപ്പത്തി പുസ്തകത്തിലെ 1-ാം അധ്യായം മുഴുവൻ തന്നെ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആകാശവും ഭൂമിയും അതിലുള്ളതെല്ലാം സൃഷ്ടിച്ചു കഴിഞ്ഞു. ദൈവം സൃഷ്ടിച്ചതിനെല്ലാം ദൈവം അനുഗ്രഹിച്ചാണ് സൃഷ്ടിച്ചത്. സൃഷ്ടികർമ്മം പൂർത്തിയാക്കി തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് വിശ്രമിച്ചു 7-ാം ദിവസം. 7-ാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ചു, വിശുദ്ധമാക്കി. അതുകൊണ്ടാണ് സൺഡേ ഈസ് എ ഹോളി ഡേ എന്ന് പറയുന്നത്. അതായത് ഉൽപ്പത്തി 2-ാം അധ്യായത്തിൻ്റെ 3-ാം തിരുവചനത്തിലാണ് ഇത് പറയുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 3-ാം തിരുവചനത്തിലാണ് എന്താണ് സൺഡേ എന്ന് പറയുന്നത്. സൺഡേ ഈസ് എ ഹോളി ഡേ, ഒരു വിശുദ്ധ ദിവസമായിട്ട് ദൈവം തന്നെ പ്രഖ്യാപിച്ചു. അതുകൊണ്ടാണ് ഈ ദിവസം മറ്റു ജോലികളിൽ നിന്നെല്ലാം മാറിയിരുന്ന് ദൈവാരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കുമൊക്കെ ആയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അതൊരു ഹോളിയാണ്, വിശുദ്ധ ദിവസമാണ്. അതുപോലെ തന്നെ അതിന് വേറൊരർത്ഥമുണ്ട്, ഒരു അവധി ദിവസമാണ്. അതെ, എല്ലാവർക്കും അവരുടേതായ ബാധ്യതപ്പെട്ട ജോലികളിൽ നിന്നെല്ലാം ദൈവം ഒരു അവധി കൊടുത്തു. അതിനുശേഷം ദൈവത്തോട് ചേർന്നിരുന്ന് പ്രാർത്ഥനയിലായിരിക്കാനാണ് ഈ ദിവസം കൊടുത്തിരിക്കുന്നത്. ഇതിനുശേഷം ദൈവം തൻ്റെ പ്രവൃത്തികളിൽ മനുഷ്യനെ സൃഷ്ടിച്ചല്ലോ. മനുഷ്യൻ ഏകനായിരുന്നു. അതുകൊണ്ട് ദൈവത്തിന് അവൻ്റെ ഇരിപ്പിലൊരു പ്രയാസം തോന്നി. അപ്പോൾ ദൈവം പറഞ്ഞു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. മനുഷ്യൻ ഏകനായിരുന്നു, അവന് ചേർന്ന ഇണയൊന്നും ദൈവം സൃഷ്ടിച്ചവയിൽ ഉണ്ടായിരുന്നില്ല. അതെല്ലാം മൃഗങ്ങളും പക്ഷികളും ഇഴജന്തുക്കളും ഒക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ആ ആദ്യ മനുഷ്യനിൽ നിന്ന് അല്ലെങ്കിൽ നരലിൽ നിന്ന് ഒരു ഇണയെ സൃഷ്ടിച്ചു. അതുകൊണ്ടാണ് അതിനെ നാരി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആദമിനെയും ഹവ്വയെയും സൃഷ്ടിച്ചു. അങ്ങനെയാണ് ഒരു ഇണയെ ദൈവം സൃഷ്ടിക്കും എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ തലമുറയിൽ വിവാഹ സാധ്യതയ്ക്കും വിവാഹത്തിനും വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് വച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു വചനമാണ് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18-ാം തിരുവചനം. അത് ഞാൻ പറഞ്ഞല്ലോ, ദൈവമായ കർത്താവ് അരുളി ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. ഈ വചനം വെച്ച് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആവശ്യഭാരങ്ങളെ ദൈവം സാധിക്കുമാറാകട്ടെ എന്ന് നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.